നമുക്കറിയാം ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത്, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ബോളിംഗ് നിര. നേരത്തെ സഫാൻ പറയുകയായിരുന്നു, പഴയ പേസ് പടയുടെ ഒരു പകുതി പോലും ഇപ്പോൾ കാണാനില്ല. ഷൊയ്ബ് അക്തറോ വസീം അക്രമോ അക്കീബ് ജാവേദോ ഒന്നും ഇല്ലാത്ത ഒരു നിര, രണ്ടാം നിരയായി ഇപ്പോൾ വന്നിരിക്കുന്ന പാകിസ്ഥാന്റെ പേസ് നിരയെ അനായാസം ഇന്ത്യയുടെ ബാറ്റർമാർക്ക് നേരിടാൻ സാധിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയായിരിക്കും? പേരില് വളരെ മികച്ച ഒരു ബാറ്റിംഗ് നിരയുള്ള ഇന്ത്യൻ സൈഡ്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ നയിക്കുന്ന ടീം, ബാറ്റർമാരുടെ ഫോം മികവ്, എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റർമാരുള്ള ഇന്ത്യ. പക്ഷെ മറുവശത്ത് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പാകിസ്ഥാൻ പേസ് അറ്റാക്ക്, റൌഫ് ആയാലും കൂടാതെ നസീം ആയാലും കൂടാതെ ഷഹീൻ ഷാ അഫ്രീദി എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. ഇവിടുത്തെ ഏറ്റവും നിർണായകമാവുന്ന ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പവർ പ്ലേ ആയിരിക്കും കളിയുടെ ഗതി തന്നെ നിർണ്ണയിക്കുക. കാരണം ആദ്യത്തെ 10 ഓവറിൽ രോഹിത് ശർമ്മ അവിടെ നിലയുറപ്പിക്കുകയും നല്ലൊരു തുടക്കം ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു സ്കോർ പടുത്തുയർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മധ്യനിരയും ബാറ്റർമാരെല്ലാം തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരം. ബോളിങ്ങിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അപ്പർ ഹാൻഡ് ആണ്. പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കില്ല. ആ ബുംറയുടെ അഭാവം അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടീമില്. എങ്കിലും ഷമി അദ്ദേഹത്തിന്റെ ആ വെറ്ററൻ ആയിട്ടുള്ള ബോളിംഗ് മികവ് കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നേടിയ 5 വിക്കറ്റ് കൂടുതൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. എങ്കിലും ഇന്ത്യയുടെ സ്പിൻ കരുത്ത് അതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ സ്പിന്നർമാരൊന്നും തന്നെ ഒരു മികച്ച ബോളിംഗ് നിലവാരത്തിലോട്ട് ഉയർന്നില്ല എന്ന് വേണം പറയാനായിട്ട്. എങ്കിൽ തന്നെയും ഇന്ന് ഒരു മാറ്റം വരുമോ? അക്ഷർദീപ് എന്നുള്ള ഒരു തേർഡ് സീമർ ഇന്ത്യൻ ടീമിൽ കളിക്കുമോ ഒരു സ്പിന്നറിന് പകരക്കാരനായിട്ട്? എന്തായാലും ഇന്നത്തെ സാഹചര്യം എല്ലാം നോക്കുകയാണെങ്കിലും ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും നിർണായകമാകുക കാണികളാണ്. കാരണം ഓരോ 120 കോടി ജനങ്ങളും ഓരോ പന്തും ഉറ്റുനോക്കുന്നു ആര് ജയിക്കും എന്നുള്ളത്. എന്തായാലും അഡ്വാൻറ്റേജ് ഇന്ത്യക്കാണെങ്കിലും ക്രിക്കറ്റ് ആണ്, തീർത്തും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൂടാതെ തന്നെ മഹേഷ്, ഇവിടെ എടുത്തു പറയേണ്ടത് വളരെ നിരാശ അല്ലെങ്കിൽ ഒരു നാണം കെട്ട രീതിയിലാണ് പാകിസ്ഥാന്റെ വരവ്. കാരണം അവർക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി ആദ്യ മത്സരം പാകിസ്ഥാനിൽ കളിച്ച് ദയനീയമായിട്ട് ന്യൂസിലാൻഡിനെതിരെ പരാജയപ്പെടുന്നു. വീണ്ടും ഒരു ന്യൂട്രൽ വെന്യൂലോട്ട് കളിക്കേണ്ട ഗതികേട്. അത് ആതിഥ്യം വഹിക്കുന്ന പാകിസ്ഥാനിൽ കളിക്കാതെ ഒരു സെക്കൻഡ് ഹോം ടൗൺ എന്നറിയപ്പെടുന്ന ദുബായില് ഈ മത്സരം കളിക്കാൻ വരുന്നതിന്റെ ഒരു കുറവ് അതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ തന്നെയും ഇന്ത്യ പാകിസ്ഥാൻ എവിടെ കളിച്ചാലും ആരാധകർ കാണും. ആ കളി ഏറ്റവും ആവേശത്തോടു കൂടി തന്നെ നമുക്ക് കാണാനും സാധിക്കും.